السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തുൽ അഹ്സാബിന്റെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നത് കാണാം: ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നിശ്ചയം അല്ലാഹുവിൻ്റെ തിരുദൂതരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞാൽ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി അനുസ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഈ പറഞ്ഞ ഗുണങ്ങളുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ഉത്തമമായ മാതൃക ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കാരണം അവിടുന്നാണ് എല്ലാ നന്മകളുടെയും സമ്മേളനം. എല്ലാ നന്മകളും ചെന്നെത്തുന്നതും വന്നു ചേരുന്നതും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ ജീവിതം വിജയിച്ചത്ര ലോകത്ത് ഒരു ജീവിതവും വിജയിച്ചിട്ടില്ല. നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു പക്ഷേ നേതാവാകാം, നിങ്ങളൊരു പക്ഷേ വലിയ പണ്ഡിതനാകാം, പണക്കാരനാകാം, പാവപ്പെട്ടവനാകാം, കുടുംബനാഥനാകാം, ന്യായാധിപനാകാം, വൈദ്യനാകാം, സമൂഹത്തിലെ ഏത് പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും ആ പദവിയിൽ വിജയകരമായ ഒരു ജീവിതം കാഴ്ചവെക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഖിബലയായി, ജീവിതത്തിൻ്റെ ഖിബലയായി ഹബീബായ മുത്തുനബിയെ നിശ്ചയിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഖിബല ഹബീബായ മുത്തുനബിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റില്ല. കാരണം വിജയിക്കാനുള്ള മാർഗം വിജയിച്ചവരുടെ വഴി പിന്തുടരലാണ്. ഹബീബായ മുത്തുനബിയാണ് വിജയിച്ച മനുഷ്യൻ. അവിടുന്നാണ് സമ്പൂർണമായ മനുഷ്യൻ. എല്ലാ നന്മകളുടെയും എല്ലാ സൽസ്വഭാവങ്ങളുടെയും സമ്മേളനമായിട്ടുള്ള മനുഷ്യൻ. നിങ്ങളൊരു പക്ഷേ സമൂഹത്തിലെ നേതാവാകാം. എങ്കിൽ ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഉത്തമ മാതൃക നിങ്ങൾക്ക് മറ്റെവിടേക്കും പോവേണ്ട ആവശ്യമില്ല. ആ മാതൃക തേടി ഹബീബായ മുത്തുനബിയിലേക്ക് പോയാൽ മതി. മദീനയിൽ ലോകത്ത് ഏറ്റവും മാതൃകാപരമായൊരു ഭരണം കാഴ്ചവെച്ച ഹബീബായ മുത്തുനബിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് നുകർന്നെടുക്കാനുണ്ടാകും. വലിയ രാജാവായിരിക്കാം നിങ്ങൾ, എങ്കിൽ ഒരു രാജാവ് എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഉത്തമമായ മാതൃക മുത്തുനബിയിലുണ്ട്. മക്കയിലേക്ക് വിജയ ശ്രീലാളിതനായി മടങ്ങി വരുന്ന ഒരു രംഗമുണ്ട്. ഒരു കാലത്ത് തനിക്കും തൻ്റെ അനുയായികൾക്കും സ്വസ്ഥമായൊരു ജീവിതം, സ്വന്തം ബോധ്യങ്ങൾക്കനുസൃതമായൊരു ജീവിതം കാഴ്ചവെക്കാൻ സമ്മതിക്കാത്ത ഒരുപാട് ശത്രുക്കളുള്ള മക്കയിലേക്ക് വിജയ ശ്രീലാളിതനായിട്ട് തിരിച്ചു വരുന്നൊരു മുത്തുനബിയുണ്ട്. വേണമെങ്കിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കാമായിരുന്നു. അവരിൽ ഓരോരുത്തരോടും പ്രതികാരം ചോദിക്കാമായിരുന്നിട്ടും അവരോട് മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്: ഇദ്ഹബൂ ഫഅൻതുമുത്തുലഖാ. എന്ന് പ്രതികാര നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല, പോയിക്കോളൂ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. നിങ്ങളൊരു പക്ഷേ വലിയ ധനാഢ്യനായിരിക്കാം. ഒരു ധനാഢ്യൻ എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃക ഹബീബായ മുത്തുനബിയിലുണ്ട്. ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ് വെറും കയ്യോടെ മടക്കി അയക്കാത്ത ഔദാര്യത്തിൻ്റെ, ഉദാരതയുടെ മകുടോദാഹരണമായിരുന്നു ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അവിടുത്തെ ഔദാര്യത്തിൻ്റെ ഗുണഭോക്താവായപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ചോദിച്ചതൊക്കെയും തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലായപ്പോൾ
തൻ്റെ സമൂഹത്തിലേക്ക് വേഗം ചെന്നുകൊണ്ട് അവരോട് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, ഐ ഖൗം അസ്ലിമു ഫവല്ലാഹി ഇന്ന മുഹമ്മദൻ ലയുഅതി അതാഅൻ മാ യഖാഫുൽ ഫഖറ. സമൂഹമേ, നിങ്ങൾ വേഗം പോയിട്ട് മുസ്ലിം ആയിക്കോളൂ, കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യം പേടിക്കാത്ത വിധത്തിലുള്ള ദാനധർമ്മങ്ങളാണ് നടത്തുന്നത്. മുത്തുനബിയുടെ ഔദാര്യം അത്രത്തോളം ബഹുലമായിരുന്നു. നിങ്ങളൊരു പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്നതിൻ്റെയും ഉത്തമമായ മാതൃക ഹബീബായ മുത്തുനബിയിലുണ്ട്. നിങ്ങളൊരു ന്യായാധിപനാണെങ്കിൽ നീതിയോടുകൂടി എങ്ങനെയാണ് വിധി പ്രസ്താവങ്ങൾ നടത്തേണ്ടത് എന്നതിൻ്റെയും ഉദാത്തമായ മാതൃക ഹബീബായ മുത്തുനബിയിലുണ്ട്. നിങ്ങളൊരു സൈന്യാധിപനാണെങ്കിൽ ബദറിലും മുഹദിലും ഹന്തക്കിലും തുടങ്ങി ഇസ്ലാമിലെ സുപ്രധാനമായ യുദ്ധവേളകളിലൊക്കെയും ഏറ്റവും തന്ത്രപരമായി ഏറ്റവും മാതൃകാപരമായി യുദ്ധം നയിച്ച ഹബീബായ മുത്തുനബിയിൽ ഉദാത്തമായ മാതൃകയുണ്ട്. നിങ്ങളൊരു പണ്ഡിതനാണെങ്കിൽ മസ്ജിദുൻ നബവിയുടെ അകത്തളങ്ങളിൽ ഇരുന്നിട്ടും മസ്ജിദുൻ നബവിയുടെ പുറത്തുമൊക്കെ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ട് കൊടുത്ത ഹബീബായ മുത്തുനബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങളൊരു കുടുംബനാഥനാണോ, ഏറ്റവും നല്ല മാതൃകായോഗ്യമായ പിതാവും പിതാമഹനും ഭർത്താവുമൊക്കെയായി തിളങ്ങാൻ 11 ഭാര്യമാരെ പോറ്റിയ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവിയുടെ പൊന്നു പിതാവായ ഹബീബായ മുത്തുനബി, ഹസൻ ഹുസൈൻ എന്നവരുടെ പിതാമഹനായ മുത്തുനബി, ആ മുത്തുനബിയിൽ നമുക്ക് ഒരു കുടുംബനാഥൻ്റെ ഉത്തമമായ മാതൃകയുണ്ട്. ഇങ്ങനെ സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽ ഏത് പോസ്റ്റിൽ നിങ്ങൾ നിൽക്കുന്നുവോ ആ പോസ്റ്റിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഹബീബായ മുത്തുനബിയിലേക്ക് മാത്രം തിരിഞ്ഞു നിന്നാൽ മതി, അവിടുത്തെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ മതി. കാരണം അവിടുന്ന് പറഞ്ഞതും അവിടുന്ന് ചെയ്ത് കാണിച്ചതും ഒരേ സംഗതികളായിരുന്നു. ലോക ചരിത്രത്തിൽ നമുക്കൊരുപാട് ചരിത്ര പുരുഷന്മാരെ കാണാൻ പറ്റും. വലിയ വലിയ തത്വങ്ങൾ പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകൾ, വലിയ സിദ്ധാന്തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്ന ആളുകൾ. പക്ഷേ അവരെ മാതൃകയാക്കാമെന്ന് വെച്ചാൽ പലപ്പോഴും സാധിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. കാരണം അവരുടെ ജീവിതവും അവർ പ്രബോധനം ചെയ്തിരുന്ന ആശയങ്ങളും തമ്മിൽ പലപ്പോഴും ചേരുംപടി ചേരാറില്ല. അവരുടെ ജീവിതം ഒരു വഴിക്കും അവർ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു വഴിക്കുമായിരുന്നു. എന്നാൽ പറഞ്ഞതും ചെയ്തതും 100% ചേരുംപടി ചേരുന്ന ജീവിതമായിരുന്നു ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. അതുകൊണ്ട് ആ ജീവിതം നമ്മൾ അനുധാവനം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വഴിതെറ്റില്ല. നേരെ മറിച്ച് അവിടുന്ന് കാണിച്ചു തന്നിരുന്ന ആ വഴിയിൽ നിന്ന് മാറിയിട്ടാണോ സഞ്ചരിക്കുന്നത് എങ്കിൽ പരാജയപ്പെടുകയും ചെയ്യും. പ്രസിദ്ധനായ പേർഷ്യൻ കവി സഅദി ഷിറാസി ഒരിടത്ത് പറയുന്നുണ്ട്, ഖിലാഫെ പയംബർ കസീറഹ് ഗുസീദ് കെ ഹർഗിസ് ബെമൻസിൽ നഖാഹത് റസീദ്. ഖിലാഫെ പയംബർ, തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയായി കസീറഹ് ഗുസീദ്, ആരാണോ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത്, മുത്തുനബി കാണിച്ചു തന്നതല്ലാത്ത വഴി ആരാണോ സ്വീകരിക്കുന്നത്, കെഹർഗിസ് ബെമൻസിൽ നഖാഹത് റസീദ്, അവൻ ഒരിക്കലും ലക്ഷ്യത്തിലെത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ച് അവിടുന്ന് പോകുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.